നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുറമേ ചിരിക്കുകയും അകമേ കരയുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഇതിൽ നിങ്ങളുമുണ്ടാകാം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ മാത്രം ഉറക്കം വരാതെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കിടക്കാറുണ്ടോ? ഫോൺ ബെല്ലടിക്കുമ്പോൾ അതേതെങ്കിലും ബാങ്കുകാരോ പലിശക്കാരോ ആണോ എന്ന് ഭയന്ന് നെഞ്ചിടിപ്പ് കൂടാറുണ്ടോ? മാസാവസാനമാകുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നോർത്ത് കൈകാലുകൾ വിറയ്ക്കാറുണ്ടോ? എങ്കിൽ സുഹൃത്തെ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കടബാധ്യത അഥവാ ഡെറ്റ് എന്ന വലിയ കെണിയെക്കുറിച്ചാണ്. ആചാര്യ ചാണക്യൻ പറയുന്നത്, കടമെന്നത് ഒരു തീ പോലെയാണ്. അത് പൂർണ്ണമായി അണച്ചില്ലെങ്കിൽ അത് വീണ്ടും ആളിക്കത്തുകയും നിങ്ങളെ മുഴുവനായി ചാരമാക്കുകയും ചെയ്യും. ഇന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളുടെയും പ്രധാന കാരണം സാമ്പത്തിക ബാധ്യതയാണ്. എന്നാൽ കടമെന്നത് ജീവനെടുക്കാൻ മാത്രം വലിയൊരു പ്രശ്നമാണോ? അല്ല, അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ടണക്ക് മാത്രമാണ്. പക്ഷെ നമ്മൾ അതിനെ ഒരു വികാരമായി കാണുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ കടക്കെണിയിൽ നിന്ന് തലയുയർത്തി പുറത്തുവരുന്നത് എന്നാണ്. എങ്ങനെയാണ് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചുപിടിക്കുന്നത് എന്നാണ്. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കടമുണ്ടാവുക എന്നത് ഒരു കുറ്റകൃത്യമല്ല. ലോകത്തിലെ വലിയ ബിസിനസ്സുകാർക്കും വലിയ രാജ്യങ്ങൾക്കും വരെ കടമുണ്ട്. പക്ഷേ വരുമാനത്തേക്കാൾ വലിയ കടം വരുമ്പോഴാണ് അത് നരകമായി മാറുന്നത്. ചാണക്യൻ പറയുന്നു, രോഗം, അഗ്നി, കടം ഇവ മൂന്നും ബാക്കി വയ്ക്കരുത്. അത് വളർന്നുകൊണ്ടേയിരിക്കും. കടം വരുമ്പോൾ നമുക്കാദ്യം നഷ്ടപ്പെടുന്നത് പണമല്ല, മറിച്ച് നമ്മുടെ അന്തസ്സാണ്. പലിശക്കാരൻ വീടിന്റെ മുന്നിൽ വന്ന് ബഹളം വയ്ക്കുമ്പോൾ, ബാങ്കുകാർ ഫോൺ വിളിക്ക് ഭീഷണിപ്പെടുത്തുമ്പോൾ, ഒരു പുരുഷന് അല്ലെങ്കിൽ സ്ത്രീക്കുണ്ടാകുന്ന അപമാനഭാരം അത് മരണത്തേക്കാൾ വേദനയുള്ളതാണ്. ചാണക്യൻ പറയുന്നു, കടം വാങ്ങുന്നവൻ അടിമയ്ക്ക് തുല്യനാണ്. നിങ്ങൾ ആരോടാണോ കൈനീട്ടി പണം വാങ്ങിയത് അവരുടെ മുന്നിൽ നിങ്ങളുടെ നട്ടെല്ല് വളയുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തുവരാൻ എന്താണ് വഴി? പലരും ചെയ്യുന്നത്, ഒരു കടം വീട്ടാൻ വേറൊരു കടം വാങ്ങും. ബ്ലേഡുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ബാങ്കിലടയ്ക്കും. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബ്ലേഡുകാരന് കൊടുക്കും. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ചാണക്യൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്, വിഷം കഴിച്ച് മരിക്കാൻ പോകുന്നവൻ ദാഹം മാറ്റാൻ വിഷം തന്നെ കുടിക്കുന്നത് പോലെയാണ് എന്നാണ്. കടം കൊണ്ട് കടം വീട്ടാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ വലിയൊരു കുഴിയിലേക്ക് തള്ളിയിടും. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന 5 ഘട്ടങ്ങളുണ്ട്. അത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ ഘട്ടം സത്യം തുറന്നു പറയുക അഥവാ അക്സെപ്റ്റൻസ് ആൻഡ് കൺഫെഷൻ എന്നതാണ്. കടബാധ്യതയുള്ള 90% ആളുകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം ഇതാരും അറിയരുത് എന്ന പേടിയാണ്. വീട്ടുകാരറിയാതെയുണ്ടാക്കിയ കടങ്ങൾ, ഭാര്യ അറിയാതെ എടുത്ത ലോണുകൾ. ഈ രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രാത്രി ഉറങ്ങാതെ കിടക്കുന്നത്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ പ്രശ്നം വിശ്വസ്തരായവരോട് തുറന്നു പറഞ്ഞാൽ പകുതി ഭാരം കുറയും. സുഹൃത്തെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടുകാരോട്, അത് അച്ഛനായാലും ഭാര്യയായാലും, ഈ സത്യം തുറന്നു പറയുക എന്നതാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ വലിയൊരു കടക്കിണിയിലാണ് എന്ന് സമ്മതിക്കുക. ആദ്യം അവർക്ക് ദേഷ്യം വരും, അവർ പൊട്ടിത്തെറിക്കും, കരയും, സാരമില്ല. അത് ആ നിമിഷത്തെ പ്രശ്നം മാത്രമാണ്. പക്ഷെ ഒരിക്കൽ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോൺ ബെല്ലടിക്കുമ്പോൾ പേടിക്കേണ്ടി വരില്ല. വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ ഒളിക്കേണ്ടി വരില്ല. മാത്രമല്ല, പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ സഹായം ലഭിക്കാൻ ഇത് കാരണമാകും. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ടാകാം, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും സമ്പാദ്യമുണ്ടാകാം. നിങ്ങൾ ചോദിച്ചാൽ അവരത് തരും. കാരണം അവർക്ക് പണത്തേക്കാൾ വലുത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഈ കടത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇപ്പോൾ തന്നെ അത് തുറന്നു പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉടനെ ആ വലിയ ഭാരം ഇറക്കി വയ്ക്കുക, സത്യം പറയുക. രണ്ടാമത്തെ ഘട്ടം അനാവശ്യ ചെലവുകൾ നിർത്തുക അഥവാ സ്റ്റോപ്പ് ദ ലീക്ക് എന്നതാണ്. ചാണക്യൻ പറയുന്നു, ഓട്ടയുള്ള കലത്തിൽ എത്ര വെള്ളമൊഴിച്ചാലും അത് നിറയില്ല. നിങ്ങളുടെ വരുമാനം എത്രയുണ്ട് എന്നതല്ല, നിങ്ങൾ എത്ര ചെലവാക്കുന്നു എന്നതാണ് പ്രശ്നം. നമ്മളിൽ പലരും കടക്കാരാകാൻ കാരണം ഷോ ഓഫ് അഥവാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നതാണ്. അയൽക്കാരൻ കാറ് വാങ്ങിയപ്പോൾ നമുക്കും കാറ് വേണം. കൂട്ടുകാരൻ വലിയ വീട് വെച്ചപ്പോൾ നമുക്കും വലിയ വീട് വേണം. ഇതിനുവേണ്ടി ലോൺ എടുക്കുന്നു. ചാണക്യൻ ചോദിക്കുന്നു, നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്, അതോ മറ്റുള്ളവരുടെ കണ്ണ് നിറയ്ക്കാൻ വേണ്ടിയാണോ? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. നിങ്ങൾ കടത്തിലാണ്, അതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ നിൽക്കുന്ന സൈനികൻ ആഡംബര ഭക്ഷണം കഴിക്കാറില്ല.
നിങ്ങൾ മങ്ക് മോഡ് അഥവാ ഒരു സന്യാസിയെപ്പോലെ ജീവിക്കാൻ തുടങ്ങണം. അടുത്ത 2 വർഷത്തേക്ക് സിനിമയില്ല, ഹോട്ടൽ ഭക്ഷണമില്ല, പുതിയ വസ്ത്രങ്ങളില്ല, വിനോദയാത്രകളില്ല. അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കുക. ചാണക്യൻ പറയുന്നു, ആപത്കാലത്ത് സമ്പത്ത് സൂക്ഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആപത്കാലമാണ്. ഈ സമയത്ത് കിട്ടുന്ന ഓരോ രൂപയും കടം വീട്ടാൻ ഉപയോഗിക്കണം. നിങ്ങളുടെ കാറ് വിൽക്കേണ്ടി വന്നാൽ വിൽക്കുക. വലിയ വീട് വാടകയ്ക്ക് കൊടുത്ത് ചെറിയ വീട്ടിലേക്ക് മാറുക. അഭിമാനം മാറ്റിവെക്കുക. നാട്ടുകാർ എന്തു പറയും എന്ന് ചിന്തിക്കരുത്. കടം വീട്ടിയിട്ട് തല ഉയർത്തി നടക്കുമ്പോൾ ഈ നാട്ടുകാർ തന്നെ നിങ്ങളെ ബഹുമാനിക്കും. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ പിശുക്കാണ് നിങ്ങളുടെ നാളത്തെ സ്വാതന്ത്ര്യം. മൂന്നാമത്തെ ഘട്ടം വരുമാനം വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് ഇൻകം ഫ്ലോ. ചിലവ് ചുരുക്കിയതുകൊണ്ട് മാത്രം വലിയ കടങ്ങൾ വീട്ടാൻ കഴിയില്ല. വരുമാനം കൂട്ടുകയും വേണം. ചാണക്യൻ പറയുന്നു, ഉത്സാഹമില്ലാത്തവന് ലക്ഷ്മി ദേവി അനുഗ്രഹം നൽകില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പലിശ അടയ്ക്കാൻ പോലും തികയുന്നില്ലെങ്കിൽ നിങ്ങൾ അധിക ജോലി ചെയ്തേ തീരൂ. 8 മണിക്കൂർ ജോലി എന്നത് 12 മണിക്കൂറാക്കുക, 14 മണിക്കൂറാക്കുക. ശരീരം തളരുന്നതുവരെ പണിയെടുക്കുക. ഇതിൽ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. രാത്രി സെക്യൂരിറ്റി ജോലിക്ക് പോകുകയോ ഒഴിവ് സമയത്ത് ഭക്ഷണം ഡെലിവറി ചെയ്യുകയോ ട്യൂഷൻ എടുക്കുകയോ എന്ത് ജോലിയും ചെയ്യുക. ഓർക്കുക, ഇത് സ്ഥിരമായല്ല, കടം തീരുന്നതുവരെ മാത്രമാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ സൈഡ് ഹസിൽ എന്ന് വിളിക്കുന്നു. ചാണക്യൻ പറയുന്നു, ഒഴുകുന്ന വെള്ളം ശുദ്ധമായിരിക്കും, കെട്ടിക്കിടക്കുന്ന വെള്ളം ചീഞ്ഞുപോകും. നിങ്ങൾ ഒരിടത്ത് തന്നെ ഇരിക്കരുത്, ഓടിക്കൊണ്ടിരിക്കുക. ഓരോ ചെറിയ വരുമാനവും നിങ്ങളുടെ കടത്തിന്റെ ഭാരം കുറയ്ക്കും. മാത്രമല്ല, നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കാണുമ്പോൾ പണം തന്നവർക്കും ഒരു വിശ്വാസം വരും. ഇവൻ വെറുതെ ഇരിക്കുകയല്ല, ഇവൻ എങ്ങനെയെങ്കിലും പണം തരും എന്ന തോന്നൽ അവരിലുണ്ടാക്കാൻ നിങ്ങളുടെ അധ്വാനത്തിന് കഴിയും. നാലാമത്തെ ഘട്ടം, ഏറ്റവും അപകടകാരിയായ കടം ആദ്യം വീട്ടുക. എല്ലാ കടങ്ങളും ഒരുപോലെയല്ല. ചാണക്യൻ ശത്രുക്കളെ നേരിടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശക്തനായ ശത്രുവിനെ ആദ്യം തകർക്കുക എന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ കടങ്ങളിൽ ഏറ്റവും കൂടുതൽ പലിശയുള്ളതേതാണ്? ബ്ലേഡ് പലിശയാണോ, ക്രെഡിറ്റ് കാർഡാണോ? അത് ആദ്യം വീട്ടുക. ബാങ്ക് ലോണുകൾക്ക് സാവകാശം കിട്ടും, പക്ഷേ ബ്ലേഡ് പലിശ ഓരോ ദിവസവും നിങ്ങളുടെ കഴുത്ത് ഞെരിക്കും. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് ആദ്യം ഇത്തരം വിഷം നിറഞ്ഞ കടങ്ങൾ തീർക്കുക. സ്വർണ്ണപ്പണയം പോലുള്ളവയ്ക്ക് പലിശ കുറവായിരിക്കും, അത് അവസാനം വയ്ക്കുക. അതുപോലെ പണം തന്നവരോട് സംസാരിക്കുക. ഒളിച്ചോടി നടക്കരുത്. അവരുടെ മുന്നിൽ പോയി നിന്നു പറയുക, എനിക്ക് തരാൻ ഉദ്ദേശമുണ്ട്, പക്ഷെ ഇപ്പോൾ നിവൃത്തിയില്ല, എനിക്ക് കുറച്ച് സമയം തരൂ, അല്ലെങ്കിൽ പലിശ കുറച്ചു തരൂ. 10 പേരോട് ചോദിച്ചാൽ 2 പേരെങ്കിലും സമ്മതിക്കും. ധൈര്യമായി മുഖത്ത് നോക്കി സംസാരിക്കുക. ചാണക്യൻ പറയുന്നു, ധൈര്യമാണ് ഭയത്തിനുള്ള മരുന്ന്. നിങ്ങൾ അവരെ പേടിച്ചോടുമ്പോഴാണ് അവർ നിങ്ങളെ വേട്ടയാടുന്നത്. നിങ്ങൾ നിന്ന് സംസാരിച്ചാൽ അവർ ഒത്തുതീർപ്പിന് വരും. 5ാമത്തെ ഘട്ടം, മനസ്സിനെ തളരാതെ സൂക്ഷിക്കുക. മെന്റൽ റെസിലിയൻസ്. ഇതാണ് ഏറ്റവും പ്രധാനം. കടം വരുമ്പോൾ പലരും വിഷാദത്തിലേക്ക് വീഴും, മദ്യപാനം തുടങ്ങും. ഇത് നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കും. ചാണക്യൻ പറയുന്നു, മനസ്സ് തോൽക്കാത്തിടത്തോളം കാലം ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കടമെന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അത് നിങ്ങളുടെ ജീവിതമല്ല. നിങ്ങൾക്ക് മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, കഴിവുകളുണ്ട്, ആരോഗ്യമുണ്ട്. പണമില്ല എന്ന ഒറ്റ കാരണത്താൽ ഇതെല്ലാം വലിച്ചെറിയരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒരു നിമിഷം ഓർക്കുക. നിങ്ങൾ മരിച്ചാൽ ഈ കടമില്ലാതാകുമോ? ഇല്ല. അത് നിങ്ങളുടെ വയസ്സായ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഭാര്യയുടെയും തലയിൽ വരും. പലിശക്കാർ അവരെ ഉപദ്രവിക്കും. നിങ്ങൾ മരിക്കുന്നതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല, അത് കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ജീവിച്ചുകൊണ്ട് പോരാടുക. ഈ കടം നിങ്ങൾക്കൊരു പാഠമാണ്. പണത്തിന്റെ വില എന്താണെന്നും ആരൊക്കെയാണ് കൂടെ ഉണ്ടാവുക എന്നും പഠിപ്പിച്ചു തന്ന വലിയ പാഠം. ഈ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോയാൽ ഭാവിയിൽ നിങ്ങൾ വലിയൊരു സമ്പന്നനാകും. ചരിത്രം നോക്കൂ. അമിതാഭ് ബച്ചൻ കോടികളുടെ കടത്തിൽ മുങ്ങിയ ആളാണ്. അദ്ദേഹം വീണ്ടും പണിയെടുത്ത് തിരിച്ചു വന്നു. ഇലോൺ മസ്ക് കടത്തിലായിരുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. വീഴാത്തവരല്ല വിജയികൾ, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നവരാണ്. സുഹൃത്തുക്കളെ, രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഫാനിലേക്ക് നോക്കി കിടന്ന് കരയുന്നതിന് പകരം എഴുന്നേറ്റൊരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ എല്ലാ കടങ്ങളും അതിലെഴുതുക. ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എന്നിട്ടതിന് നേരെ എഴുതുക, ഞാനിതു വീട്ടും. അതൊരു തീരുമാനമാണ്. ആ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിന് ഒരു ലക്ഷ്യം കിട്ടും. ആ ലക്ഷ്യത്തിനു വേണ്ടി ജീവിക്കുക. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഷ്ടപ്പെടാം. അതിനുശേഷം വരുന്ന ഒരു പുലരിയുണ്ട്. അന്ന് നിങ്ങളുടെ ഫോണിൽ വരുന്ന കോളുകൾ ഭീഷണിയുടേതാകില്ല,
മറിച്ച് ആശംസകളുടേതാകും. അന്ന് നിങ്ങൾക്ക് തലയുയർത്തി നടക്കാം. ഞാൻ എൻ്റെ ബാധ്യതകൾ തീർത്തു എന്ന അഭിമാനത്തോടെ പറയാം. ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുക. ആ ദിവസം വരിക തന്നെ ചെയ്യും. അതുവരെ തളരരുത്. ചാണക്യൻ പറയുന്നു, രാത്രിക്ക് ശേഷം പകൽ വന്നേ തീരൂ. നിങ്ങളുടെ ജീവിതത്തിലും വെളിച്ചം വരും. വിശ്വസിക്കുക, പ്രയത്നിക്കുക, ജയിക്കുക.